കേരള കോൺഗ്രസ് സംസ്കാരമായിട്ട് അതെങ്ങനെ മാറി എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അന്ന് അത് വളരെ അപ്രസക്തനായ പ്രാദേശിക നേതാവ് മാത്രമായ ഒരാൾ കലാ സാഹിത്യ രംഗത്തെ പ്രമുഖരുടെ ജന്മസ്ഥലമാണ് ഇരിങ്ങാലക്കുട. ക്ഷേത്രനഗരിയായ തൃശ്ശൂരിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഒന്ന്. ഉണ്ണായി വാര്യരുടെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട ഭൂമി. സാഹിത്യകാരന്മാരായ സച്ചിദാനന്ദൻ രണ്ടുപേരും, പിന്നെ ആനന്ദ്, പി ജയചന്ദ്രൻ, പിന്നെ ഒരു സമ്പൂർണ്ണ കലാകാരൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്നസെൻ്റ്, ഇങ്ങനെ ഒട്ടേറെ പേരുടെ ജന്മസ്ഥലം കൂടിയാണ് ഇരിങ്ങാലക്കുട. തീർച്ചയായിട്ടും ഈ അങ്ങനെ എന്തുകൊണ്ടും കേരളത്തിൻ്റെ ആത്മീയത, കേരളത്തിൻ്റെ സംസ്കാരം, ഒട്ടും മോശമല്ലാത്ത രാഷ്ട്രീയം എല്ലാം കൊണ്ടും പ്രാധാന്യമേറുന്ന ഒരു മണ്ഡലമാണ് ഇരിങ്ങാലക്കുട മണ്ഡലം. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലാണ് ഇന്ന് ABC ന്യൂസിൻ്റെ മണ്ഡല പര്യടനം ചെന്നു നിൽക്കുന്നത്. നമ്മുടെ തൊട്ടു മുമ്പിൽ വന്നു നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ ആർക്കാണ് ജയസാധ്യത എന്ന് അന്വേഷിക്കുകയാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും കണക്കുകൾ, വസ്തുതകൾ, വിവരങ്ങൾ ഞങ്ങൾ പറയും. ജയിക്കാനുള്ള സാധ്യത ആർക്കാണ്, ആർക്കൊക്കെ എത്രയൊക്കെ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കേണ്ടത് ഇരിങ്ങാലക്കുടയെ അറിയുന്ന വോട്ടർമാരാണ്. തീർച്ചയായിട്ടും വോട്ടർമാരുടേതാണ്, അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ജനങ്ങളുടേതാണ് തെരഞ്ഞെടുപ്പ്. അവരാണ് യജമാനന്മാർ. നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങളുടെ പ്രവചനത്തിലൂടെ മലയാളികൾക്ക് മുഴുവനും ABC ന്യൂസിലൂടെ ഇരിങ്ങാലക്കുടയുടെ ഭാവി അറിയാൻ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം ഞങ്ങളുടെ കമന്റ് ബോക്സിലുണ്ട്. വീഡിയോ മുഴുവൻ കാണുക. കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. എത്രയും വേഗമാകട്ടെ. രാഷ്ട്രീയ നിരീക്ഷകനായ NM പിയേഴ്സനാണ് ഇന്ന് ഞങ്ങളുടെ അതിഥിയായി ഞങ്ങളോടൊപ്പം ഉള്ളത്. പിയേഴ്സൺ സാർ, എന്താണ് ഇരിങ്ങാലക്കുട എന്ന് കേൾക്കുമ്പോൾ അങ്ങയുടെ മനസ്സിൽ പൊട്ടുന്നത് എന്താണ്? നമ്മളെപ്പോഴും ഈ കൂടൽമാണിക്യ ക്ഷേത്രം നമ്മൾക്ക് പലതരത്തിലും നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ സ്വാംശീകരിക്കുന്നതാണ്. അതുപോലെ ഇരിങ്ങാലക്കുട എപ്പോഴും ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ ക്രൈസ്റ്റ് കോളേജിൽ അവിടെ ഒരു സെമിനാർ, വിഖ്യാതമായ കോളേജാണല്ലോ ക്രൈസ്റ്റ് കോളേജ്. അപ്പോൾ ആ കുട്ടികൾ, ഞാൻ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് ആണ് അവിടെ ഒരു സെമിനാർ ചെയ്തിരുന്നത്. അപ്പോൾ അവരൊക്കെ വളരെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നി. നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് 1957 C. അച്യുതമേനോൻ അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിലൂടെയാണ് ഇരിങ്ങാലക്കുട നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം ഞാൻ പലപ്പോഴും കുറേ നാളുകൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് ജയിച്ചിരുന്ന ഒരു സ്ഥലം, അതെങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. കേരള കോൺഗ്രസിലെ ഉണ്ണിയാടൻ അല്ലേ, ഉണ്ണിയാടൻ്റെ ഒരു മണ്ഡലമായിട്ട് അത് മാറിക്കഴിഞ്ഞിരുന്നു. അതായത് അച്യുതമേനോന്റെ നിയോജക മണ്ഡലം ഉണ്ണിയാടിൻ്റെ നിയോജക മണ്ഡലമായിട്ട് മാറുക. കുറേ കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം അവിടെ നമ്മുടെ ഇടയിൽ വന്ന ദീർഘകാലത്തെ നമ്പാടൻ മാഷ്, പിന്നെ ഇന്നസെന്റ്, എന്തായാലും അത് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണല്ലോ പോകുന്നത്. അതെ, ഒരു ചിരിയുടെ നാര് അല്ലെ, ചിരിയുടെ വേര് നമ്പാടൻ മാഷ് ചിരിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ കേരളത്തിലെ ജനങ്ങളെ ഇന്നസെന്റ് ചിരിപ്പിച്ചതുപോലെ മലയാള സിനിമാ പ്രേക്ഷകരെയും ചിരിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പം അത്ര രസകരമായിട്ടുള്ള ഒന്ന്. പിന്നെ മാത്രമല്ല ആനന്ദും അതേപോലെ തന്നെ സച്ചിദാനന്ദൻ, രണ്ടുപേരും സച്ചിദാനന്ദന്മാരാണ്. പേരുകൊണ്ട് സച്ചിദാനന്ദനാണ് രണ്ടുപേരും. അവരെയൊക്കെ നമ്മുടെ സാഹിത്യത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടാക്കിയ സ്വാധീനം എന്ന് പറയുന്നത് സാധാരണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ അടുത്തയിടെയാണ് സച്ചിദാനന്ദ മാഷിന്റെ ആത്മകഥ അവിരാമം എന്ന് പറയുന്നത് പ്രസിദ്ധീകൃതമായി. അപ്പോൾ ഇടതുപക്ഷത്തിന് വന്ന ചില വ്യതിയാനങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം അതിൻ്റെ അകത്ത് കൃത്യമായിട്ടൊക്കെ സൂചനകൾ നൽകുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു സാഹിത്യ, അത് കവിതയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെത് കവിതയിലും ചിന്താമണ്ഡലത്തിലുമാണ്, ഫിലോസഫിയിലുമാണ്. അതേസമയത്ത് ആനന്ദ് കഥാസാഹിത്യത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച വലിയ എഴുത്തുകാരനാണ്. എന്നെന്നും വായിക്കപ്പെടുന്ന, മാത്രമല്ല വിട്ടുവീഴ്ചയില്ലാത്ത, ഈ മനുഷ്യൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിൽ കലവറയില്ലാത്ത ഒരു ആത്മാവിലെത്തിയ ഒരു എഴുത്തുകാരൻ ആനന്ദിന്റെ എന്തോ കാര്യമായ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആനന്ദ്, പക്ഷെ പൊതുവെ ആനന്ദിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി പാടുന്നതൊട്ടും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഒരാളല്ല. അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം പറയുന്നത് നമുക്ക് എന്തെങ്കിലും സബ്ജക്റ്റ് സംസാരിക്കാം,
നിങ്ങൾ അതെ. വെറുതെ പുകഴ്ത്തി ഫെസ്റ്റിവലുകളിൽ കാണാറില്ല ആനന്ദിനെ. അങ്ങനെ അതിൽ ഈ താല്പര്യമില്ല പറയുന്ന ആഘോഷം കാർണിവലുകളിലൊന്നും അദ്ദേഹം ഇല്ല. അല്ല അത് ശരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല എന്നുള്ള. അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ നൂതനവും അതേപോലെ മൗലികവുമായിട്ടുള്ള ആശയങ്ങൾ മുളപൊട്ടിയ ഒരിടമാണ് യഥാർത്ഥത്തിൽ ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത്. അതെ. ഇപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അവിടെ നിന്നാണ് വിജയിച്ചു അച്യുതമേനോനിൽ നിന്ന് ആ ആർ ബിന്ദുവിൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇരിങ്ങാലക്കുടക്ക് അലങ്കാരമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതെ, അത് ബിന്ദുവിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായത്തിന്റെ പ്രശ്നമാണല്ലേ ശരിക്കും ഒന്നതാണ്. ഇരിങ്ങാലക്കുട എന്ന് കേൾക്കുമ്പോൾ രണ്ട് വിയോജിപ്പുകൾ അടുത്ത കാലത്ത് ഇരിങ്ങാലക്കുട എനിക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന്, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഒരു നർത്തകി മീൻസ് നൃത്തം ചെയ്യാൻ അന്യമതക്കാർ, ഇപ്പൊ ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് VP മൻസിയ എന്ന് പറയുന്ന വിഖ്യാതയായ നർത്തകി വന്നിട്ട് അവിടെ നൃത്തം ചെയ്യാൻ അനുവദിക്കാത്തൊരവസ്ഥയുണ്ടായി. എന്ന് വെച്ചാൽ ജാതീയത ഇപ്പോഴും കൂടൽമാണിക്യത്തിന്റെ പരിസരം മാത്രമല്ല ഏതോ പിന്നാക്ക ജാതിയിൽപ്പെട്ട ഒരു ദേവസ്വം ഉദ്യോഗസ്ഥനെ അവിടെ കയറ്റാത്ത പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും, ക്ഷേത്രത്തിനകത്തും പുറത്തും ഇപ്പോഴും ജാതീയത നിലനിൽക്കുന്നു തോന്നലുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആർ ബിന്ദു ഇരിങ്ങാലക്കുടയിൽ നിന്ന് ജയിച്ചു വന്ന് കേരളത്തിന് മാനമാണോ അപമാനമാണോ ഉണ്ടാക്കിയത് എന്ന ചോദ്യവും സമാനമാണ്. ഈ രണ്ടും ഈ ഇരിങ്ങാലക്കുടയുടെ മാണിക്യത്തിന് ചെറിയ മങ്ങലേൽപ്പിക്കുന്ന ദൃശ്യങ്ങളാണെന്ന് പറയണം. നമുക്ക് മറ്റെന്തെങ്കിലും ഇരിങ്ങാലക്കുടയോട് ചേർത്ത് പറയാൻ? അല്ല, അവിടെ നമ്മൾ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ഇതായിരുന്നു. ഈ ഉണ്ണിയാടൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് സംസ്കാരമായിട്ട് അതെങ്ങനെ മാറി എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ പിന്നീട് ബിന്ദു വിജയിക്കുന്നു. ഇപ്പൊ ഈ അരുണൻ മാഷാണ് ആദ്യം പിടിച്ചത്. അരുണൻ മാഷാണ് അത് പിടിച്ച്. അരുണൻ മാഷ് സാറിന് അറിയാവുന്ന ഒരാളാണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. നല്ല മാഷാണ്. നന്നായിട്ട് വളരെ ജനകീയനാണ് സാധാരണ ആളുകൾ. സാറേ, ഈ ലോനപ്പൻ മാഷ് എന്ന് കേൾക്കുമ്പോൾ, ലോനപ്പൻ നമ്പാടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് സജീവമായ രാഷ്ട്രീയവും ഗൗരവമുള്ള രാഷ്ട്രീയമൊക്കെ മറക്കും. അദ്ദേഹത്തിന്റെ തമാശകൾ ഓർക്കും. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു തമാശ ഓർക്കുന്നുണ്ടോ സാർ? അല്ല, പിന്നെ അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിൽ ഞാൻ സാറെന്തോ ഒരു തമാശ പറഞ്ഞാൽ ഇപ്പൊ പത്രത്തിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് മലയാള മനോരമ ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ്. മലയാള മനോരമ ഈ ഒരേ മുഖപ്പേജുള്ള ഒന്നിലേറെ മുഖപ്പേജുകളുള്ള പത്രങ്ങൾ അന്ന് ഇറങ്ങി തുടങ്ങിയ കാലത്ത് ആദ്യമായിട്ട് മലയാള മനോരമ വന്നപ്പോ ലോനപ്പൻ മാഷ കമന്റാണ് ആദ്യം വരുന്നത്. ഇന്ന് രാവിലെ ഞാൻ പത്രം നോക്കുമ്പോൾ 1 അല്ല 2 മനോരമ വന്നിരിക്കുന്നു. ഞാനിത് എന്തിനാണ് എന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഭാര്യ എനിക്ക് ദിശാബോധം പകർന്നത്. അവള് വന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ, ഒന്ന് ബാത്റൂമിലേക്ക് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ എടുത്തോളൂ എന്ന് പറഞ്ഞാല് എങ്ങനെയാണോ ഒരു പത്രത്തെ. മാത്രമല്ല, നമ്മുടെ മാഷ അന്ന് ഇടതുപക്ഷത്ത് നിന്ന് ഈ മനോരമയൊക്കെ എതിർക്കുന്ന ഒരു സമയം കൂടിയാണ്. അതാണ് നമ്പാടൻ മാഷ്. നമ്മുടെ മാഷ് ഗൗരവമുള്ള വേദികളിൽ ചിരിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇന്നസെന്റ് നേരെ തിരിച്ചാണ്. ഇന്നസെന്റ് ഇപ്പൊ ക്യാൻസർ വാർഡിലെ ചിരി ഞങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള പാഠം ടെക്സ്റ്റ് ബുക്കാണ് സാർ. എന്ന് പറഞ്ഞാൽ മഹാദുരിതങ്ങളിൽ വേദനയിൽ നീറുമ്പോഴും എങ്ങനെയാണ് മനുഷ്യനെ ചിരിപ്പിക്കുക. അത്ഭുതമാണ് കേട്ടോ, ശരിക്കും ഇന്നസെന്റ് ഒരു അത്ഭുതമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അമ്മയിലെ ഭാരവാഹിത്വമൊക്കെ മാറ്റിവെച്ചാൽ അതൊക്കെ അപ്രസക്തമാണ്. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ 2 തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കിയാലോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ 2016 തെരഞ്ഞെടുപ്പിൽ KU അരുണൻ മാഷാണ് അവിടെ ജയിച്ചത്. ജസ്റ്റ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. കേരള കോൺഗ്രസിൽ നിന്ന് CPM നേരിട്ട് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത് അരുണൻ മാഷിലൂടെയാണ്. 2016 കേവലം 2711 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അത്ഭുതകരമായൊരു കാര്യം, അതിനു മുമ്പ് ദീർഘകാലം ആ മണ്ഡലം കൈവശം വെച്ച തോമസ് ഉണ്ണിയാടനെ മലർത്തി അടിച്ചിട്ടാണ് KU അരുണൻ മാഷ്, അന്ന് വളരെ അപ്രസക്തനായ പ്രാദേശിക നേതാവ് മാത്രമായ ഒരാൾ തോമസ് ഉണ്ണിയാടനെ തോൽപ്പിക്കുന്നത് 2016 തെരഞ്ഞെടുപ്പിലാണ്. എന്നാൽ 2021 വരുമ്പോഴേക്ക് ആ സീറ്റ് അരുണൻ മാഷെ മാറ്റുകയും പ്രൊഫസർ ആർ ബിന്ദു അവിടെ സ്ഥാനാർത്ഥിയാവുകയും അവിടെ നിന്ന് ജയിക്കുകയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാവുകയൊക്കെ ചെയ്തു. പക്ഷെ അവരുടെ ഭൂരിപക്ഷം അരുണൻ മാഷ് ജയിച്ചതിനേക്കാൾ അല്പം കൂടിയിട്ടുണ്ട്. അത് 5949 വോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അത്ഭുതകരമായൊരു കാര്യം, ഇത് എല്ലാം ഏറ്റുവാങ്ങാനൊരു തോമസ് ഉണ്ണിയാടൻ ഉണ്ടായിരുന്നു. അരുണൻ മാഷോട് തോൽക്കുന്നതും തോമസ് ഉണ്ണിയാടനാണ്. അത് സഹിക്കാമായിരുന്നു. ആർ ബിന്ദുവിനോട് പോലും തോൽക്കേണ്ടി വന്നത് തോമസ് ഉണ്ണിയാടനാണ് എന്നതാണ് ആ മണ്ഡലത്തിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഓർക്കേണ്ടത് BJP സ്ഥാനാർത്ഥികൾ 2 തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു ഇവർക്കെതിരെ. പക്ഷെ BJP സ്ഥാനാർത്ഥികൾക്ക് നില മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മോശമല്ലാത്ത വോട്ട് ഷെയറും ഉണ്ട്. സന്തോഷ് ചെർക്കുളം എന്ന BJP നേതാവ്
2016 മത്സരിക്കുമ്പോൾ 30,000 വോട്ട് നേടി, 30,420 വോട്ട് നേടിയിട്ടുണ്ട്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ നിർത്തിയിട്ട് അടുത്ത പരീക്ഷണം, ബി ജെ പിക്ക് വേണ്ടി തന്നെ ഡോക്ടർ ജേക്കബ് തോമസ് എന്ന ക്രിസ്ത്യാനി മത്സരിക്കുന്നു 2021. നല്ല റിസൾട്ട് ഉണ്ടാക്കി, 5000 വോട്ട് അധികം പിടിച്ചു, 34,329 വോട്ട് പിടിച്ചിട്ടുണ്ട്. ആ സമ്പത്തുമാണ്, ആ സമ്പന്നമായ ഒരു വോട്ട് ഷെയറുമായിട്ടാണ് BJP മുന്നണി, NDA മുന്നണി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 2024 കണക്കുകൾ നോക്കിയാൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ കിട്ടിയത് UDF 38.8% വോട്ടുകളാണ്, 57,481 വോട്ട്. അതേസമയം LDF 31.1, 46,091 വോട്ടുകൾ. 28.9 നേടാൻ സാധിച്ചു BJPക്ക്, 42,857 വോട്ടുകൾ. 42,000 എന്ന് പറഞ്ഞാൽ അതും വോട്ട് പിന്നെയും കൂടി 35 നിന്ന് 7,000 വോട്ട് പിന്നെയും കൂടി. ഈ സുരേഷ് ഗോപി ജയിക്കുമ്പോൾ 2024 വരുമ്പോഴത്തേക്ക് UDF 30.4 പിടിക്കാൻ കഴിഞ്ഞത്, 30.4 കുറഞ്ഞു പോയി. LDF 29.4 ആണ് LDF പിടിക്കാൻ സാധിച്ചത്. നേരത്തെ അത് 31 ഉണ്ടായിരുന്നു LDF, UDF 38 ഉണ്ടായിരുന്നു. കുറവിന്റെ റേറ്റ് വ്യത്യാസം മാത്രമേ 45,022 വോട്ടുകളാണ് LDF അന്ന് കിട്ടിയത്. NDAക്ക് 38.9, 59,515 വോട്ടുകൾ, 38% വോട്ട് 59,515 വോട്ടുകൾ. ഭയങ്കര വർധനമുണ്ടായി, നല്ല വർധനമാണ്. ഭയങ്കര വർധനമുണ്ടായാണ് സുരേഷ് ഗോപി ജയിച്ചത്. അതെ, 28 നിന്ന് 38 പോയി. അതെ, അതാണ് സുരേഷ് ഗോപിക്ക് വലിയ ലീഡ് നേടിക്കൊടുത്ത മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. ഇതാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ നോക്കിയോളൂ, അവിടെ LDF 6,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണ് ഇപ്പോഴും. അതൊരു അത്ഭുതമാണ്. അത് അത്ഭുതം തന്നെയാണ്. കാരണം വെച്ചാൽ ഈ വലിയ കാറ്റ് വീഴ്ചയിൽ അങ്ങനെ വലിയ കാറ്റ് പിടിച്ചിട്ടില്ല, അല്ലേ? എന്റെ കണക്കെന്ന് പറഞ്ഞു, അതെ, കണക്ക് പറഞ്ഞാൽ 53,041 വോട്ടുകൾ UDF ലഭിച്ചപ്പോൾ 59,729 വോട്ടുകളാണ്. NDAക്ക് 35,990. അവരുടെ പാനൽ വോട്ട് നിലനിർത്തി. മറ്റേ സുരേഷ് ഗോപിക്ക് ഉണ്ടായ വർധന ഉണ്ടായില്ല. ഇതാണ് അതിന്റെ അവസാനത്തെ കണക്ക്. അവസാനത്തെ കാര്യം ആദ്യം പറയാം. ഈ NDAക്ക് BJP മുന്നണിക്ക് അടിസ്ഥാനപരമായി വോട്ടുണ്ട്. ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ, ക്യാമ്പയിൻ ചെയ്താൽ, നന്നായി ക്യാമ്പയിൻ ചെയ്താൽ, ആർ ബിന്ദുവിനെ പോലെ ഒരാൾ തന്നെ അവരുടെ ഐശ്വര്യം പോലെ മത്സരിച്ച് കിട്ടിയാൽ ഒരു പക്ഷേ ഒരു സാധ്യതയുണ്ട് ഈ NDAക്ക്, അല്ലെ? BJPക്കോ NDAക്കോ. അതും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് BJP വോട്ട് വർദ്ധിപ്പിച്ച മണ്ഡലം കൂടിയാണ്. വേണമെങ്കിൽ അവർക്ക് അതും പരീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പിന്നെ ആർ ബിന്ദു തന്നെ തുടർന്ന് മത്സരിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാവി എന്താവും എന്ന് കണ്ടറിയണം. ഇപ്പോഴത്തെ പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇളക്കമില്ലാതെ നിന്നു എന്ന് വന്നാൽ അതിന്റെ അർത്ഥം പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായി ആന്റി ഇൻക്യുംബൻസിയും ഈ ഭരണവിരുദ്ധ തരംഗം ഇരിങ്ങാലക്കുടയിൽ ഏശിയിട്ടില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെ പൊളിറ്റിക്കലി ഇപ്പോഴും ഈ ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു നിയോജക മണ്ഡലമായി നിൽക്കുകയാണ് എന്നുള്ളത്. അതെ, അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ ഒരു കാര്യമുള്ളത് സാർ, ഈ കേരള കോൺഗ്രസ് പഴയ താപ്പാനകളെ തന്നെ ഉണ്ണിയാടൻ ഇപ്പോഴും അങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുകയാണ്. അവര് പുതിയ പരീക്ഷണമൊക്കെ ഇറക്കി, കൊള്ളാവുന്ന കുറെ കൂടി പുതിയ യുവ നേതാക്കന്മാരെയൊക്കെ ഇറക്കിയുള്ള പരീക്ഷണങ്ങൾക്ക് നിൽക്കുമോ എന്നും പരിശോധിക്കേണ്ടതാണ്. അത്തരം പരീക്ഷണങ്ങൾക്ക് വല്ല സാധ്യതയും ഉണ്ടോ? അല്ല, ഇത്തരം ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ അനാലിസിസ് നടത്തും. ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നടത്താവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ മാത്രം നടത്തിയിട്ട് കാര്യമില്ല. അവർക്ക് നടത്താം. അതിനനുസരിച്ചിട്ട് പരീക്ഷണം നടത്താലോ, മാറ്റാലോ, തീർച്ചയായിട്ടും സാർ. ഇടതുപക്ഷത്തിന് പോലും വേണമെങ്കിൽ നടത്താം. നമ്മൾ ഈ കമന്റുകളൊക്കെ തന്നെ മാധ്യമം എന്ന നിലയിൽ നമ്മൾ പറയുന്നത് ഇവർക്കും കൂടി ബാധകമാണ്. അവർക്കൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും കൂടി വേണ്ടിയാണ്. ഇനി പക്ഷേ ഒന്നും നമ്മുടെ കയ്യിലല്ല. നമുക്ക് വിശകലനം നടത്താനും കണക്കുകൾ പറയാനുമേ നമ്മുടെ ജോലി അതാണ്. ബാക്കി പറയേണ്ടത് തീർച്ചയായിട്ടും ഇരിങ്ങാലക്കുടയുടെ ഭാവി നിർണ്ണയിക്കേണ്ടത് പ്രേക്ഷകരാണ്. നിങ്ങൾക്ക് പ്രവചിക്കാൻ അവസരമുണ്ട്. ഞങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ ഇരിങ്ങാലക്കുടയെ അറിയാൻ ABC ന്യൂസിനെ കാത്തിരിക്കുന്നു നമ്മുടെ പ്രേക്ഷകർ. വിശദമായ കണക്കുകൾ ഞങ്ങൾ നിരത്തി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഊഴമാണ്. എത്രയും വേഗം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആദ്യം നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് എത്രയും വേഗം രേഖപ്പെടുത്താം. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം:
ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.